ഗായ്സ്, സിദ്ര വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിന്ന് മധുരയിൽ പോകാനായിട്ട് ഒഴുകി നിൽക്കുകയാണ് ഗായ്സ്. വാപ്പുമ്മയുടെ കണ്ണ് കാണിക്കാനാണ് ഞങ്ങൾ മധുരയിൽ പോകുന്നത്. ഗായ്സ്, ഞങ്ങൾ എല്ലാവരും യാത്രയ്ക്ക് പോകാനായിട്ട് കാറിൽ കയറി കഴിഞ്ഞു. സൗദ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് തോന്നി ഞങ്ങൾ എവിടെയോ ദൂരെ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ടാറ്റയൊക്കെ കാണിച്ച് തിരിച്ചു. നമുക്കെല്ലാവർക്കും യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമല്ലേ ഗൈസ്? എനിക്കൊന്നും എത്ര പോയാലും മടുക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രയൊക്കെ പോകുന്നത്. ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് പോയത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ജാഥകളൊക്കെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുത്തു. ഇതേപോലെ ഒരിടത്ത് വന്നപ്പോൾ അവരൊക്കെ ഞങ്ങൾക്ക് പായസമൊക്കെ തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പായസത്തിനൊക്കെ. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് വീണ്ടും പോയി. ഞങ്ങൾ തമിഴ്നാട് എത്തിയപ്പോൾ ഒരു പാടത്ത് ഒരു പീകോക്കിനെ കണ്ടു. ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് ഞങ്ങൾ ആ പീകോക്കിനെ നോക്കി നിന്നു. അങ്ങനെ നമുക്ക് എപ്പോഴും ഒന്നും കാണാൻ കിട്ടത്തില്ലല്ലോ. ഭയങ്കര രസമായിരുന്നു. എനിക്ക് സഭയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പീകോക്കിനെ. മൊത്തത്തിൽ ആ സ്ഥലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ദൂരം പോയി ഗായ്സ്. പവിത്രമേ ജന്മമെന്ന മഹത്തായ സന്ദേശമുയർത്തി ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ സമയം 7 o'clock കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനെന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിർത്തി. ഇത് വേണോ? കവർ വേണോ? ഞങ്ങൾ ടീയും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും കാറിൽ കയറി. കാറിൽ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ പാടി. പിന്നെ ഞാനും സാലിക്കായും സബിയും കൂടെ കുറെ കളിയൊക്കെ കളിച്ചു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് പാട്ട് പാടും ഗൈസ്. ഞങ്ങൾ സാലിക്ക ഒരു പാട്ട് പാടി. ഞങ്ങൾക്ക് അത്ര ആ പാട്ട് അറിഞ്ഞൂടായിരുന്നു. എന്നാലും ഞാനും സബിയും കൂടെ ആ പാട്ട് കട്ടൊക്കെ പിടിച്ചു. ഞാനും ഉമ്മയും കൊച്ചായും ബാപ്പയും എല്ലാരും പാടി. അവർ തേടി ജഗമാകെ പടച്ചു വരച്ചു തുണച്ചു തുണച്ചു നയച്ചു പുരാനെ വിളിച്ച് പിന്നാനെ പിന്നാനെ മുനപ്പോണാനെ ഉള്ളു തൊടിച്ചു കൊതിച്ചു മതിച്ചു ജലിച്ചു കൊതിച്ചുടലോത്ത് രസിച്ചു ഒളിമുക്ക് തടുത്തിടുന്നേ റബ്ബിൽ മുതി പറ്റി അടുത്തിടുന്നേ പെടുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി പിന്നാനെ പിന്നാനെ മുനപ്പോണാനെ. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ മധുരയിലെത്തി. നല്ല ടയർഡായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ രാത്രി കുറെ ലേറ്റ് ആയി വന്നു. ഞങ്ങൾ ഇവിടെ റൂമൊക്കെ എടുത്ത് ഇവിടെ എല്ലാരും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ വാപ്പയും ഉമ്മയും വാപ്പമ്മയൊക്കെ ആയി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഞങ്ങൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഡലിയും ചമ്മന്തിയായിരുന്നു ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
മധുരൈ സിറ്റി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇവിടത്തേക്ക് പോലൊക്കെ തന്നെ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ സിക്കന്ദർ മല കയറാൻ പോവാണ് ഗൈസ്. ഇതിൽ ഫേമസ് ആയിട്ടുള്ള സിക്കന്ദർ മല കയറാൻ പോവാണ് ഞങ്ങള്. അതാണ് നമ്മൾ സിക്കന്ദർ മല. അതിൽ വലിയ മലയാണ് ഗൈസ്. അതിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇപ്പോൾ സമയം 11 o'clock ആയിട്ടുണ്ട് ഗൈസ്. നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ ഈ മലയിലാണ് ഗൈസ് കയറാൻ പോകുന്നത്. ഭയങ്കര വെയിലാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കയറി പോവാണ്. എല്ലാവരും ബാക്കിൽ കൂടെ വരുന്നുണ്ട്. സാലിക്കാണ്ട് സബി മുമ്പേ പോകുന്നുണ്ട്. അലിയും കൂടെ കൊച്ചായും കുഞ്ഞായും സൗദുവിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ബാഗിൽ കയറ്റി. പക്ഷെ അവള് ബാഗിലൊന്നും ഇരുന്നില്ല. അതിലൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല ഗൈസ്. സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഗൈസ് മല കയറാനായിട്ട്. പിന്നെ ഹാപ്പിനെസ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ മങ്കീസിനെ കണ്ടു. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ. അപ്പതായി ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുവാണ് ഇപ്പം. ഇത്തിരി കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കുഴഞ്ഞു ഗൈസ്. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് ഇരുന്നു. വലിയ മലയായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറച്ച് പേര് എല്ലാരും കയറിയപ്പോൾ തന്നെ ക്ഷീണിച്ചു. റെസ്റ്റ് എടുത്തായിരുന്നു മലയിൽ കയറി. 1000 സ്റ്റെപ്പ് ഉണ്ട് ഗൈസ് ഈ മല കയറാനായിട്ട്. നമ്മൾ 1000 സ്റ്റെപ്പ് കയറിയാലേ ഈ മല എത്തുള്ളൂ ഗൈസ്. സീ ലെവലിൽ നിന്ന് 1500 അടി മുകളിലാണ് ഗൈസ് ഈ മലയുള്ളത്. വെയിലൊന്നും അല്ലായിരുന്നു, നല്ല തണലായിരുന്നു. അവിടെ സൈഡുകൾക്ക് കുറേ മരം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നിങ്ങളെ പോലെ ഞാനും വിചാരിച്ചു ഓൾമോസ്റ്റ് മല കംപ്ലീറ്റ് ആയെന്ന്. ഇല്ല ഗൈസ്, ഇനിയും ഒരുപാടുണ്ടായിരുന്നു ഗൈസ് കയറാനായിട്ട്. ഓ അതിലൊന്നും പോയി.
മധുര ഭരിച്ചിരുന്നത് സിക്കന്ദർ ബാദ്ഷാ തങ്ങളായിരുന്നു. അദ്ദേഹത്തിനെ ഈ മലയുടെ മുകളിലാണ് അടക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മലയ്ക്ക് സിക്കന്ദർ മലയെന്ന് പേര് വന്നത്. കുറച്ച് മുകളിലെത്തിയപ്പോ തന്നെ കാണാൻ ഭയങ്കര വ്യൂ ആയിരുന്നു. വലിയ മലയായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറച്ച് പേര് എല്ലാരും കയറിയപ്പോ തന്നെ ക്ഷീണിച്ചു. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഗൈസ് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം മലയിലെ ടോപ്പ് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഞങ്ങൾ 1 hour എടുത്തു മലയുടെ മണ്ടയിൽ കയറാനായിട്ട്. മലയുടെ മുകളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. പള്ളിയുടെ അകമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗായ്സ്. പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് വെള്ളവും ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല തണുത്ത സോഡ നാരങ്ങ കിട്ടി ഗായ്സ്. പള്ളിയുടെ അടുത്തുള്ള വ്യൂ അടിപൊളിയായിരുന്നു ഗായ്സ്. ഒരു രക്ഷയുമില്ല. പള്ളിയുടെ അടുത്തുള്ള വ്യൂ അടിപൊളിയായിരുന്നു ഗായ്സ്. ഒരു രക്ഷയുമില്ല. അങ്ങനെ കുറേ ടൈമൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങുവാണ് ഗായ്സ്. ഇറങ്ങുന്ന പോലെ അല്ലായിരുന്നു. മല ഇറങ്ങാൻ കുറച്ച് ഈസി ആയിരുന്നു ഗായ്സ്. ഞാനും സോബിയും സാലിക്കായും ആദ്യം തന്നെ മല ഇറങ്ങി താഴെ എത്തി. മല ഇറങ്ങി താഴെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി സാപ്പാട് കഴിച്ചു. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 4 മണിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മധുരയിലെ പാലസ് കാണാനാണ്. ഞങ്ങൾ പാലസിലെത്തിയപ്പോൾ തന്നെ പാലസിൽ കയറാനുള്ള ടൈം കഴിഞ്ഞിരുന്നു ഗൈസ്. 5 o'clock വരെ ഉള്ളായിരുന്നു വിസിറ്റിംഗ് ടൈമൊക്കെ. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് സങ്കടമായി. പുറമേ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അകത്തെന്താ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല.
ഞങ്ങൾ പാലസിൽ കയറാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ പേരൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്താണ് മധുരയിൽ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പം നമ്മളെ മധുരയിൽ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡ കുടിക്കാൻ നമ്മൾ വന്നിരിക്കുകയാണ് ഷോപ്പിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്തില്ലെങ്കിൽ വിഷമായി പോയേനെ. ഞങ്ങൾ അവിടുന്ന് 2-3 ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു ഗൈസ്. இது வந்து பழைய பழைய நிர்மிதி. ഈ അണ്ണൻ வந்து பழைய കരിമ്പൻ ജ്യൂസ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മീനാക്ഷി ടെമ്പിളിന്റെ അടുത്തോട്ടാണ്. അങ്ങനെ അവിടെ ഉള്ള ഒരു ഷോപ്പിൽ കയറി എനിക്ക് വളയും മാലയൊക്കെ വാങ്ങിച്ചു. രസമുണ്ടായിരുന്നു ഈ അമ്പലം കാണാനായിട്ട്. അമ്പലത്തിന്റെ അകത്തോട്ട് ഫോൺ അലോഡല്ല. ഫോണില്ലാതെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ ഞാൻ അവിടുന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് തലയിൽ വെച്ചു. ഉമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ തലയിലൊക്കെ വെക്കാൻ. അങ്ങനെ ഉമ്മിക്കും വാങ്ങിച്ചു. മൊത്തത്തിൽ അവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ കടകളും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ ദൂരം നടന്നു അവിടെയൊക്കെ. എല്ലാം പോയി അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ സമയം 6:30 ആയി. ഞങ്ങൾ എങ്ങനെ റൂമിലോട്ട് പോവാന്ന് വിചാരിച്ചു. ശരിക്കും അങ്ങനെ റൂമിൽ പോയി എല്ലാവരും ഫ്രഷ് ആയി. അങ്ങനെ ഞങ്ങൾ റൂമിൽ വെക്കേറ്റ് ചെയ്യുകയാണ് ഗൈസ്. വീട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഞങ്ങൾ റൂമിന്റെ താരം ഉണ്ടായിരുന്നു റെസ്റ്റോറന്റ്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. കാറ് കയറിയപ്പോ തന്നെ ഞാനും സൊബിയും സാലികായും കൂടെ ഫ്ലാറ്റ്. പിന്നെ എപ്പോഴോ വീടെത്തി. അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഞങ്ങളെ മധുര വ്ളോഗ്. ടാറ്റാ.